ഏറെ വിവാദം സൃഷ്ടിച്ച ഗ്രീഷ്മ ഷാരോൺ പ്രണയകഥ ഇന്ന് കോടതി വിധി പറഞ്ഞത് വധശിക്ഷയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണയം അന്ധമായി തീരുമ്പോൾ അത് പല രീതിയിലാണ് പ്രവർത്തിക്കുക. ചിലർ താൻ മരിച്ചാലും അനശ്വര പ്രണയം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വേറെ ചിലർ പ്രണയിക്കുന്നവനെ നഷ്ടപ്പെടുന്നു തോന്നുമ്പോൾ സ്വയം മരണത്തിന് കീഴടങ്ങുന്നു. അതെങ്കിൽ കൊന്നും ആത്മഹത്യയും ചെയ്ത് മരണം വരിക്കുന്നു. അതുമാത്രമല്ല, തൻ്റെ ഇണയിൽ നിന്ന് ഊറ്റിയെടുക്കാവുന്നതെല്ലാം ഊറ്റിയെടുത്ത ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തനിക്ക് എന്നും ബാധ്യതയായി തീരുന്ന മുൻ കാമുകനെ ഇല്ലാതാക്കാൻ വേണ്ടി ചില ക്രിയകളും നടത്തിയവരുണ്ട്. അതിലൊരു സംഭവമാണ് ഇന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയുടെ കഥ. നെയ്യാറ്റിൻകര കോടതിയിലാണ് വിധി പ്രസ്താവിച്ചത്. 2 ദിവസം മുമ്പ് തന്നെ നെയ്യാറ്റിൻകര കോടതി പരിസരത്ത് ചാനലുകാർ, മറ്റു മാധ്യമ പ്രവർത്തകർ ഇത് സിനിമയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ക്രീനിൽ പലതരം ഡോക്യുമെൻ്റ് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള പലരും ആ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്നിരുന്നു. ആലോചിക്കണം, വിധി എന്തായിരിക്കും, വധശിക്ഷയായിരിക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. പ്രായക്കുറവ് കൊണ്ട് ചിലപ്പോൾ അത് ജീവപര്യന്തമായി കുറച്ചേക്കാം എന്നും ഒരു വാർത്ത പരന്നിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത് ആദ്യത്തെ സംഭവമല്ല, യാദൃശ്യമായിട്ട് കൊന്നതല്ല, ഇത് വളരെ പ്ലാൻഡ് ആയിരുന്നു, പല പ്രാവശ്യം നടത്തിയതിന് ശേഷമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഷാരോണിനെ കൊലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത്. ഇപ്പം എന്തായാലും കോടതി വളരെ വ്യക്തമായി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മളിത് പറയുമ്പോൾ ഈ കോടതിയുടെ പരിസരത്ത് മറ്റു പല മാധ്യമപ്രവർത്തകരെയും നമുക്കറിയാം. പരിചയമില്ലാത്ത പലരും അവിടെ വന്നിട്ടുണ്ട്. വ്യക്തമായ സൂചനയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഒറിജിനൽ കാര്യങ്ങൾ ഈ വിധി പ്രസ്താവിക്കുമ്പോഴുണ്ടാവുന്ന പ്രതിയെ കാണിക്കുന്നുണ്ട്, ജഡ്ജിയെ കാണിക്കുന്നുണ്ട്, മറ്റെല്ലാവരെയും കാണിക്കുന്നുണ്ട്, പരിസരമുണ്ട്. ഇതോടനുബന്ധമായി ഈ ഷാരോണിൻ്റെ മാതാപിതാക്കൾ വരുന്നുണ്ട്, അടുത്ത ബന്ധുക്കൾ വരുന്നുണ്ട്, കൂട്ടുകാർ വരുന്നുണ്ട്, ആ ഗ്രാമം വരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ള ചിത്രീകരണവും ഒരു ഭാഗത്ത് നടന്നിരുന്നു. ആലോചിക്കണം. അപ്പോൾ അതെന്തിനായിരിക്കും? സാധാരണ രീതിയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ സീരിയലായോ ഡോക്യുമെൻ്ററി ആയോ സിനിമയായോ രൂപാന്തരം പ്രാപിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ആലോചിക്കാവുന്ന കോഴിക്കോട് നടന്ന ജോളിയുടെ സംഭവം. ഫ്ലവേഴ്സിൽ കൂടത്തായി എന്ന പേരിലാണ് ഈ പരമ്പര വന്നത്. ആ പരമ്പര വൻ വിജയമായിരുന്നെങ്കിലും പിന്നീട് അതിനെതിരെ ജോളിയുടെ വീട്ടുകാർ ജോളിയടക്കം കേസ് കൊടുത്തിരുന്നു. ആലോചിക്കണം. പക്ഷെ ഇത് ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. കേസിൻ്റെ വിധിയൊന്നും പ്രത്യേകിച്ച് പോന്നിട്ടൊന്നുമില്ല. അതിനുശേഷം നെറ്റ്ഫ്ലിക്സുകാർ ഇതൊരു ക്രൈം മൂഡിലുള്ള പരമ്പര എടുക്കുന്നുണ്ടായി. കറി ആൻഡ് ദ സൈനഡ്സ്, ദ ജോളി ജോസഫ് കേസ് എന്നാണ് മുഴുവൻ പേര് അവരിട്ടിരുന്നു. ആലോചിക്കണം. അത് വൻ വിജയമായിരുന്നു. ഇംഗ്ലീഷ് ആയതുകൊണ്ട് അത് ലോകമാസമുള്ള ആൾക്കാർ അത് കണ്ടിരുന്നുള്ളതാണത്. അപ്പോൾ ഇത്തരം ഈ സംഭവങ്ങൾ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അത് സിനിമയായാലും വെബ് സീരിയലായാലും കാണാൻ പ്രേക്ഷകരുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംശയമുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ പുറകിലേക്ക് നമുക്കൊന്ന് പോയിക്കൊണ്ടിരിക്കാം. അഭയ കേസ് എടുക്കുക. അഭയ കേസ് എത്ര വർഷമാണ് ഇവിടെ കേസ് അന്വേഷണമായിട്ട് നടന്നത്. പക്ഷെ അന്വേഷണം നടക്കുമ്പോഴും അഭയെക്കുറിച്ചുള്ള സിനിമകൾ ഇവിടെ വന്നിരുന്നു. ആലോചിക്കണം. അത് നല്ല ക്രൈം മൂഡിൽ തന്നെ അവരെടുത്തത്. ആ സിനിമ വൻ വിജയമായിരുന്നു. മറ്റൊന്ന്, ആലുവയിൽ നടന്ന കൊലപാതകം. നമ്മൾ വായിക്കുന്ന ഓരോരുത്തർക്കും നെഞ്ചത്ത് കൈവച്ച് കണ്ണീരൊരുക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ആ കേസിൻ്റെ സത്യാവസ്ഥ എന്തായാലും അതിനെ തുടർന്നും അതൊരു നല്ല സിനിമയായി വന്നു ആലോചിക്കണം. ആ സിനിമയും ഇവിടെ നന്നായി ഹിറ്റായി പോയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഏത് വിഷയമെടുത്താലും നടന്ന സംഭവമാണെങ്കിൽ, സംഭവ കഥയാണെങ്കിൽ അത് വിജയിച്ചിട്ടുണ്ട്. ഇനി കുറേയും കൂടി പുറകിലേക്ക് പോവുക. നമ്മളിവിടെ ഒരു ഫാദർ ബെനഡിക്റ്റിൻ്റെ കേസുണ്ടായിരുന്നു. ഒരു സ്ത്രീയെ കൊന്ന കേസായിട്ട്.
അതിന് കേരളത്തിലെ 2 പ്രഗത്ഭ നിർമ്മാണ കമ്പനികൾ ഉദയായും മേരിലാൻഡും ഒരേ സമയം ഈ കഥ ചിത്രീകരിച്ചു. ഒന്നിൻ്റെ പേര് മാടത്തരുവി, മറ്റൊന്നിൻ്റെ പേര് മൈനത്തരുവി എന്നായിരുന്നു. ഈ 2 സിനിമകളും ഒരുപോലെ വിജയിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ നിരന്തരമായി സംഭവ കഥകൾ ചിത്രീകരിച്ച് വിജയിപ്പിച്ച പാരമ്പര്യമാണ് മലയാള സിനിമയ്ക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും പ്രണയകഥ അതിമനോഹരമായി ചിത്രീകരിക്കാൻ ഇവിടെ പലരും തയ്യാറായി വന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇത്രയും രൂക്ഷമായി ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ഇവരുടെ കഥ എങ്ങനെ നല്ല പ്രണയകഥയാവും എന്നുള്ള ചോദ്യം വരാം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചത് ആദ്യമായിട്ടല്ല. ഷാരോണിന് ഇവരും തമ്മിൽ പ്രണയം തുടങ്ങി 1-2 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു വിവാഹാലോചന. അപ്പോൾ തൻ്റെ പൂർവ്വ കാമുകനെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇയാൾ വിട്ടുപോകാൻ തയ്യാറില്ല. അത്രമാത്രം പ്രണയം അസ്ഥിക്ക് പിടിച്ചതാണ്. ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തപ്പോൾ, ജ്യൂസിന് സാധാരണ കയ്പുണ്ടാവാറില്ല, കയ്പുള്ളത് കൊണ്ട് പിന്നെ അത് തുപ്പിക്കളഞ്ഞു, അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ആലോചിക്കണം. പിന്നീടാണ് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തത്. അത് കൊടുത്തിട്ടും കുടിച്ചിട്ടും പോന്നിട്ടും 10-11 ദിവസമാണ് ആശുപത്രിയിൽ ഷാരോൺ കിടന്നത്. ഈ 11 ദിവസം ആശുപത്രിയിൽ കിടന്നു എന്ന് പറയുമ്പോൾ ആന്തരാവയവങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു എന്ന് ആലോചിക്കണം. താൻ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞിട്ട് പോലും, പോലീസ് ചോദ്യം ചെയ്തിട്ട് പോലും, താൻ മരിച്ചാലും ഗ്രീഷ്മയ്ക്ക് ഒരു അപകടവും പറ്റാൻ പറ്റില്ല, അവളൊരു നല്ല ജീവിതം നയിക്കട്ടെ എന്നാണ് ഷാരോൺ വിചാരിച്ചത്. ഒരു രീതിയിലും പറഞ്ഞില്ല. അവസാനം മരിക്കുമെന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ തൻ്റെ പിതാവിനോട് മാത്രം ഗ്രീഷ്മയെക്കുറിച്ച് പറഞ്ഞു. നടന്ന സംഭവങ്ങളെല്ലാം. തെളിവുകൾ വേറെ ഇല്ലെങ്കിൽ പോലും, സാക്ഷികൾ വേറെ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ വന്നു നിൽക്കുന്നത് ക്രൂരമായ ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. ഒരു സ്ത്രീക്ക്, അതും 10-23 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീക്ക്, യുവതിക്ക് എങ്ങനെ, കാരണം ഇത്രയും അഗാധമായി പ്രണയിച്ച തൻ്റെ കാമുകനെ വകവരുത്തണമെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ അനുഭവങ്ങൾ ഒന്നുമില്ലാതിരിക്കെ പിന്നെ എന്തിന് അവനെ വെറുതെ വിടാമായിരുന്നില്ലേ? അവനോട് തൻ്റെ ജീവൻ ഒരു കാരണവശാലും ഭീഷ്മയ്ക്കൊന്നും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിച്ച ആ ചെറുപ്പക്കാരനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾ സമ്മതിക്കുമായിരുന്നു. അതില്ലാതെ ഇത്രയും നിഷ്ഠൂരമായി ഒരു കൊലപാതകം നടത്തി എന്നുള്ളതാണ്. ആ നിഷ്ഠൂരമായ കൊലപാതകം നടത്താൻ സഹായിച്ചത് യൂട്യൂബ് ചാനൽ നിരന്തരമായിട്ടാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ വിധി പ്രസ്താവിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പറഞ്ഞത്, ഞാൻ ഇംഗ്ലീഷിൽ MA എടുത്തവരാണ്, ചെറുപ്പമാണ്, ജീവിതം ബാക്കിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ക്രൈം ചെയ്യുമ്പോൾ പ്രായം ഒരു പ്രശ്നമൊന്നുമല്ല, അതല്ലെങ്കിൽ പിന്നെ പ്രായപൂർത്തി എത്താതിരിക്കണം. അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന് ഈ നാടിനെ ഞെട്ടിച്ച് ഈ വിഷയം ഒരു അഖില ലോക പ്രശ്നമായി മാറി എന്നുള്ളതാണത്. അതുതന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ളത്. അങ്ങനെയുള്ള വാർത്താ പ്രാധാന്യത്തിൻ്റെ ഒരു അവസാനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെയ്യാറ്റിൻകര കോടതിയിലെ അവസാനമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്തരം കേസുകൾ അതിന് മുകളിൽ കോടതിയുണ്ട്, നമ്മൾ പലതും കണ്ടിട്ടുള്ളതാണത്. അപ്പോൾ ആ കോടതികളിലൊക്കെ വിധി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഇത് പ്രണയത്തിൻ്റെ പുതിയ മന്ത്രമാണ്. അതായത് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ദംഷ്ട്രങ്ങൾ അഴത്തിറക്കിക്കൊണ്ട് നമ്മൾ ഡ്രാക്കുള സിനിമ കാണുന്ന പോലെ നഖങ്ങളെല്ലാം കഴുത്തിൽ ആറ്റി ഇറക്കി ചോര കുടിച്ച് തകർക്കുന്ന രീതിയിലേക്കാൾ പൈശാചികമായ ഒരു കൊലപാതകമാണ് നടത്തിയിട്ടുള്ളതിൽ യാതൊരു സംശയവുമില്ല. വെബ് സീരീസുകൾ നിറയെ ഉണ്ടാവട്ടെ, ബഹുഭാഷകളിൽ സിനിമകൾ ഉണ്ടാകട്ടെ, ഡോക്യുമെൻ്ററി ഉണ്ടാകട്ടെ. കാരണം ഇതൊരു പ്രണയ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് ആലോചിക്കണം. മുകളിലത്തെ വിധി എന്തായാലും ചരിത്രം മാറ്റി എഴുതുവാൻ ആർക്കും കഴിയാതിരിക്കട്ടെ. മാത്രമല്ല, പ്രണയിക്കുന്നവർക്ക് ഒരു വാക്യം മുൻകൂർ കൊടുക്കുകയാണ് ഇവർ. നിങ്ങളുടെ പ്രണയം എന്ന് നഷ്ടപ്പെടുന്നുവോ നിങ്ങൾ കൊല്ലരുത്, വെറുതെ വിടുക, രണ്ട് വഴിക്ക് പിരിയുക. 2 പേർക്കും ജീവിതം വിലപ്പെട്ടതാണ്.